ഹായ്, SP അരുളാണ്. രാവിലെ എവിടെയാണെന്നറിയും? നമ്മുടെ മുഖ്യമന്ത്രി ഈ അടുത്ത ദിവസം വളരെ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും പറഞ്ഞ പ്രദേശമാണ്. ഇതേ കണ്ടില്ലേ? കടപ്പുറം മുതലപ്പുഴയ്ക്ക് സമീപമുള്ള തുമ്പ എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ നിങ്ങൾക്കൊരു ദൃശ്യം കാട്ടിത്തരാം. ഇതേ നോക്കിയേ. ഈ പെരുമഴയത്തും കടലേറി കിടക്കുന്ന സന്ദർഭത്തിലും കുറേയേറെ മനുഷ്യർ കടലിലാണ്. കണ്ടില്ലേ? ഒന്നല്ല, അനവധി ബോട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഈ തിരക്കിടയിലൂടെ കാണാൻ പറ്റും. ലോങ് ആണ്, നല്ല തിരയുള്ളത് കൊണ്ട് ഇത് കണ്ടോ, ആ ലോങ് പോകുന്ന ബോട്ടുകളെ കണ്ടോ. ഇതെന്തിനാണ് രാവിലെ നിങ്ങളെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, കണ്ടോ, അങ്ങ് ദൂരേക്ക് നോക്കിയാൽ നിങ്ങൾ കാണാം വള്ളങ്ങൾ വളരെ അപകടകരമായ സാഹചര്യത്തിൽ പോലും കുറേയേറെ മനുഷ്യർ ഇപ്പോൾ കടലിലാണ്. എന്താണ് കാര്യം? അവരുടെ ഉപജീവന മാർഗമാണ് ഈ കടൽ എന്ന് പറയുന്നത്. ആ കടലിൽ പോയ മനുഷ്യരെയാണ് കഴിഞ്ഞ 9 ദിവസമായി കാണാനില്ലാഞ്ഞത്. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യം വന്ന സന്ദർഭത്തിലാണ് തെരച്ചിലിനെ കുറിച്ച് 2 മന്ത്രിമാരുടെ ഗുരുതരമായ അലംഭാവത്തിലൂടെയുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ കണ്ടത്. കെ മുരളീധരൻ മന്ത്രിയുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും പ്രതികരണങ്ങൾ. നിങ്ങളത് ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്കറിയാലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ, അത് നമുക്കറിയാലോ. തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ അതിനുശേഷം ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള വ്യക്തി അതിലൊന്നും പോകാതെ, അതായത് ആ പരിസരത്തൊന്നും പോയിട്ടില്ല. ഇതുവരെ 3 പേരെ തെരച്ചിൽ നടത്തുന്ന ഇടത്തോ ഈ കടലേറ്റം നടക്കുന്ന ഇടത്തോ ഒന്നും പോകുന്നില്ല. അത്ര ശക്തമായിട്ടുള്ള, നോക്കിയാൽ കരയും കടലും തമ്മിലുള്ള ഒരു ദൂരം എത്ര ഉണ്ടെന്ന് നോക്കിയാൽ നോക്കി. ഇതൊക്കെ വീടാണ്, കണ്ടോ. ഈ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 10 മീറ്ററില്ല, ഒരു 5 മീറ്ററിനകത്ത് മാത്രമേ എന്തുള്ളൂ, കടല് കയറി കിടക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യർ എന്തിനാണ് കടലിൽ പോകുന്നത്? ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ ഉച്ചയ്ക്ക് തീന്മേശയുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ മത്സ്യവിഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സന്ദർഭത്തിൽ ഇവരുടെ കഷ്ടപ്പാട് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ആ മനുഷ്യർ കടലിൽ പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഈ സമൂഹത്തിന് വേണ്ടിയാണ് അവരും എന്ത് ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നത്. മഴയത്തും വെയിലത്തും ഇല്ലാതെ അവരുടെ ഉപജീവന മാർഗമാണ്. പക്ഷെ അവർ വളരെ അപകടം പിടിച്ച സാഹചര്യത്തിൽ പോയി കഷ്ടപ്പെട്ട് മണിക്കൂറുകൾ നിലകൊണ്ട് നിന്നുകൊണ്ട് മീൻ അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്തിയതിനു ശേഷമാണ് അത് കരയിലേക്ക് കൊണ്ടുവരികയും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഈ പ്രദേശത്തൊക്കെ ഈ മുതലപ്പുഴ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പൂന്തുറ വരെയുള്ള പ്രദേശങ്ങളിൽ പലരും പരമ്പരാഗതമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട്. കാര്യം മോട്ടോർ ബോട്ട് ആയിരിക്കില്ല, സാധാ ബോട്ടുകളിൽ പോയി മീൻ പിടിച്ച് വലയിട്ട് മണിക്കൂറുകൾ കാത്തുനിന്ന് മീൻ പിടിച്ചു കൊണ്ടുവരുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരം മീനുകൾ മേടിക്കാനായിട്ട് വരാറുമുണ്ട്. അത്തരം മത്സ്യബന്ധനം നടത്തുന്ന മനുഷ്യരാണ് മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടത്, പൂന്തുറയിലോ അപകടത്തിൽപ്പെട്ടത്, ഒപ്പം തന്നെ കൊല്ലത്ത്. ആ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട് 3 ജീവനുകൾ കടലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ആ വിഷയം അത് പരിഹരിക്കപ്പെടേണ്ട വിഷയമായി, അല്ലെങ്കിൽ തിരച്ചിലൊക്കെ ഇങ്ങനെ മതി എന്ന് പറയുകയും ഇപ്പോൾ അവർ റോഡിൽ കുത്തിയിരുന്ന് അവർക്ക് വേണ്ടപ്പെട്ടവർ, അതായത് ജോണിനെ ആയിക്കോട്ടെ, ഗിരീഷിനെ ആയിക്കോട്ടെ, മുതലപ്പുഴയിൽ കാണാതായ ഷിജിനെ ആയിക്കോട്ടെ, ഇവര് 3 പേർക്ക് വേണ്ടി ഇന്നലെ മുതൽ ഭയങ്കര തിരച്ചിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം വിചാരിച്ചാൽ അത്തരത്തിൽ അവരെ സഹായിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? കാര്യം നമ്മുടെ തീന്മേശയിൽ എത്തുന്ന ഒരു പ്രിയപ്പെട്ട ഭക്ഷണം തേടി പോകുന്നവരാണ് അവർ ജീവൻ പണയം വെച്ച് പോകുന്ന ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സിസ്റ്റം മറന്ന് പ്രവർത്തിക്കേണ്ടത് അവരെ കൂടി സംതൃപ്തി. കാര്യം അവരുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികത മനസ്സിലാക്കാതെ അതിനെയൊക്കെ ഈ ഡയലോഗ് കൊണ്ടും ക്യാമറകൾക്ക് മുന്നിൽ അഭിനയം കൊണ്ടൊക്കെ നിങ്ങൾ എത്ര കാലം നേരിടാൻ കഴിയും? മനുഷ്യരുടെ ജീവന് വില കൽപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ. കാര്യം ആർക്കാണോ നഷ്ടപ്പെട്ടവർ, ആ നഷ്ടമായവർക്ക് ഒപ്പം നിൽക്കുന്നവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരെയാണ് സംതൃപ്തിപ്പെടുത്തേണ്ടത്? ആ മനുഷ്യരെയാണ്, നഷ്ടപ്പെട്ട മനുഷ്യരെയാണ്. അല്ലാതെ വാക്കുകൊണ്ട് ക്യാമറകൾക്ക് മുന്നിലുള്ള ഡയലോഗ് അടിയല്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ്. ഈ പറയുന്ന ഇന്നത്തെ ദിവസത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നില്ലേ. ഇത്രയും കടലേറ്റം ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിലും അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നവരാണ്, കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നവരാണ്. അവർ കൊണ്ടുവരുന്ന മത്സ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആഹാരങ്ങളിലോടൊപ്പം ടേസ്റ്റിയായി കഴിക്കുന്ന ആ ഭക്ഷണത്തിന്റെ ഈ പാവപ്പെട്ട മനുഷ്യർ നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പ്രതികരണത്തിലൂടെ പറയുകയാണ്. കടപ്പുറത്തുള്ളവരെ അറിയാലോ, എന്താണ് സാറേ കുഴപ്പം? നിങ്ങൾ വിചാരിച്ചെടുത്ത് അല്ലല്ലോ നിങ്ങൾ ജീവിച്ചത്. ഓരോ മനുഷ്യനും ഓരോടത്ത് ജനിച്ചു പോകുന്നത് അവൻ വിചാരിച്ചിട്ടോ അവൻ ആഗ്രഹിച്ചിട്ടോ അല്ല.
ഓരോ പ്രദേശത്ത് 2 അച്ഛനമ്മമാരിൽ ജനിച്ചു പോവുകയാണ് ഓരോ കുഞ്ഞും ഓരോ പിറവിയും. ആ പിറവിയൊക്കെ അവിടെ ജനിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ഒട്ടും സംസ്കാരമില്ലാത്ത ഒട്ടും വിവരമില്ലാത്ത ഒരു ആൾക്കാരെന്ന തരത്തിൽ ഒരു മുഖ്യമന്ത്രി തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ, അപമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ആ ബോട്ടുകളൊക്കെ കടന്നു പോകുന്ന ഒരു അപകടകരമായ ഈ തിര മറികടന്നാണ് വരേണ്ടത്. ഇത് മുതലപ്പുഴയിൽ ചെല്ലുമ്പോഴാണ് ചിലയിടങ്ങളിലൊക്കെ ഈ മണ്ണ് കയറി കിടക്കുകയോ അല്ലെങ്കിൽ കല്ലിൽ തട്ടിയൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കുറെ കാലമായി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന നിങ്ങളെപ്പോലുള്ളവരൊക്കെ അവർക്കൊപ്പം ഓടിയെത്തുന്നവരാണെന്ന് ബോധ്യപ്പെടുത്താതെ 9 ദിവസമായി 3 ജീവനുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഫിഷറീസ് മന്ത്രി എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരു സിസ്റ്റം ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരുടെ പ്രതിഷേധങ്ങൾ അവരവർക്ക് വേണ്ടിയുള്ളതാണ്. അത് നിങ്ങളുടെ ഗുരുതരമായ വീഴ്ചയ്ക്ക് നേരെയുള്ള മുഖമടച്ചുള്ള പ്രതികരണമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഒളിച്ചോടാതെ ഏതെങ്കിലും ദുർഘടമായിട്ടുള്ള അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ ആ ദുരന്തത്തിൽപ്പെടുന്ന മനുഷ്യർക്കൊപ്പം പോയി നിന്ന് അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തേണ്ടത്. അല്ലാതെ അവർക്കിടയിൽ പോയി ഫോട്ടോഷൂട്ടും കഴിച്ച് അല്ലെങ്കിൽ ഒരു കൊച്ചിനെ എടുത്തു വെച്ച് ചായയും കുടിച്ചിട്ട് വരുമ്പോൾ ഈ കടലിൽ കിടക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവരുടെ ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊക്കെ അവരെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിരിക്കുന്ന മുഖ്യനാണെന്ന് തോന്നിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞ വാചകത്തിന് അവരോട് മാപ്പ് പറയുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ പറയുന്ന പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരൊന്നും മോശക്കാരൊന്നുമല്ല. അവരൊക്കെ ഈ സമൂഹത്തിൽ നിങ്ങളെപ്പോലെ ഉള്ളവരെ ഫീഡ് ചെയ്യിക്കുന്നവരാണ്, ആഹാരം തരാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിന് കാശ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാശും കൊണ്ട് കടലിൽ ചെന്നാൽ നിങ്ങൾക്ക് മീൻ കിട്ടുമോ സാറേ എന്ന് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാശല്ല, അധ്വാനത്തിനെയും അത് ഇച്ചിരിയാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഉറപ്പായിട്ടും ജോണിന്റെ മകൾ പറഞ്ഞതുപോലെ മാപ്പ് പറഞ്ഞേ മതിയാവുള്ളൂ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാക്ഷിയാണ് ഈ പറഞ്ഞ കടലാക്രമണം രൂക്ഷമായ സമയത്ത് ആ മനുഷ്യർ ഇപ്പോഴും 3 പേർ കടലിൽ കിടക്കുമ്പോൾ അവരുടെ അന്നം തേടി ഈ അപകടകരമായ തിരയടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും കടലിൽ മത്സ്യബന്ധനത്തിന് പോയിരിക്കുന്നത്. കളിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞേ മതിയാവുള്ളൂ, ഒരു സംശയമില്ല.